നമസ്കാരം. പ്രധാന വാർത്തകൾ. കയ്യേറ്റങ്ങൾക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ചൊക്രമുടിയിലേതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വ്യാജപട്ടയം നിർമ്മിച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കാൻ ദേവികുളം സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഏത് ഉന്നതനായാലും ഒരു കയ്യേറ്റക്കാരനെയും സംരക്ഷിക്കില്ലെന്നും മന്ത്രി. കളമശ്ശേരി പോളിടെക്നിക് ലഹരി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും SFIക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. SFI പിരിച്ചുവിടണം. 9 വർഷം കേരളം ഭരിച്ചിട്ടും ലഹരി മാഫിയയുടെ വേരറുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ലെന്നും രമേശ് ചെന്നിത്തല. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ റിമോട്ട് RSSന്റെ കൈകളിലെത്തിക്കാനാണ് UGCയിൽ ഭേദഗതി വരുത്തുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത് വരേണ്യവൽക്കരണവും വർഗീയവൽക്കരണവും. പാലക്കാട്ട് AKPCTA സംസ്ഥാന സമ്മേളനം. ചിറ്റൂർ തുള്ളിനന പദ്ധതിക്കെതിരായ കോൺഗ്രസ് ആരോപണങ്ങൾ തള്ളി ജനതാദൾ S. പദ്ധതി അഴിമതിരഹിതവും സുതാര്യവുമെന്ന് ജനതാദൾ S സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുരുകദാസ്. ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ്. പോലീസ് എക്സൈസ് സംവിധാനങ്ങൾ തികഞ്ഞ പരാജയമെന്ന് ആക്ഷേപം. കല്ലേക്കാട് മമ്പ്ര കരിങ്കൽ ക്വാറിയിലെ വൈബ്രേഷൻ ടെസ്റ്റിൽ സമീപത്തെ വീടുകൾക്ക് കേടുപാടുണ്ടായ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പിരായിരി പഞ്ചായത്ത് ഭരണസമിതി ബോർഡ് യോഗത്തിന്റെ തീരുമാനം ഐക്യകണ്ഠേന. പെരിങ്ങോട്ടുകുറിശി ഇനി ഹരിതം. ഗ്രാമത്തെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. 96 ദേശങ്ങൾക്ക് പെരുമയുടെ പൂരക്കാലം. കവളപ്പാറ ആര്യങ്കാവ് പൂരാഘോഷത്തിന് ആചാരത്തനിമയോടെ തുടക്കം. നൂറുകണക്കിന് സ്ത്രീഭക്തർ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു. ആചാര തികവോടെ പറവേല വരവ്. പൂരം ഏപ്രിൽ 4-ന്. KM അച്യുതൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി. അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയെ തെരഞ്ഞെടുത്തത് നറുക്കെടുപ്പിലൂടെ. വാർത്തകൾ വിശദമായി. കയ്യേറ്റങ്ങൾക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ചൊക്രമുടിയിലേതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഒരു കയ്യേറ്റക്കാരനെയും സർക്കാർ സംരക്ഷിക്കില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. കളക്ടർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് സമീപകാലത്ത് അനുവദിച്ച പട്ടയങ്ങൾ ഉപയോഗിച്ചല്ല കയ്യേറ്റം നടന്നതെന്ന് മന്ത്രി കെ രാജൻ ചൂണ്ടിക്കാട്ടി. ഇതനുസരിച്ച് പ്രത്യേക ടീമിനെ നിയോഗിച്ച് എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു. ഒരു കയ്യേറ്റക്കാരനെയും സംരക്ഷിക്കാൻ സർക്കാരിന് താൽപ്പര്യമില്ല. കോടതി ഇടപെടലുകൾ മുന്നിൽ കണ്ട് എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് സർക്കാർ നടപടികളിലേക്ക് കടക്കുന്നത്. വ്യാജ പട്ടയം നിർമ്മിച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കാൻ ദേവികുളം സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് ഉന്നതനായാലും ഒരു സംരക്ഷണവും ലഭിക്കില്ല. പരുന്തുംപാറയിൽ അങ്ങനെ നിർമ്മാണത്തിന് അനുമതി മേടിക്കുന്നുണ്ടെന്ന് തെളിയുന്ന പക്ഷം അനുമതി നൽകിയ ആളുകൾക്കെതിരെ സ്വാഭാവികമായ നടപടി ഉണ്ടാകും. അനുമതി ഇനിയെന്നല്ല, എപ്പോഴും അനുമതി വാങ്ങി മാത്രമേ നടപടി എടുക്കാനാകൂ. 1801/2010 എന്ന കോടതി വിധി തന്നെ ഈ പ്രദേശത്തുള്ള പട്ടയ ഭൂമിയിൽ ഏതു നിർമ്മാണത്തിനും NOC മേടിക്കണം എന്നാണ്. അത് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കയ്യേറപ്പെടുന്ന ഭൂമിയാണെങ്കിൽ പ്രത്യേകിച്ച് നോക്കേണ്ടതുണ്ട്. അവിടെ മെയ് മാസം 5-ാം തീയതി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് കളക്ടർ. ആ നിരോധനാജ്ഞ ലംഘിച്ചും ഫിനിഷിംഗ് പ്രവർത്തനം നടത്താൻ തീരുമാനിച്ച 7 പേർക്കെതിരെ ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. പ്രത്യേക ടീമിനെ ഇതിനായി നിയോഗിക്കുമെന്നും കുറ്റക്കാർ ആരാണെങ്കിലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പീരുമേട് താലൂക്കിൽ ഇതുവരെ ജോലി ചെയ്യാത്ത ഉദ്യോഗസ്ഥരുടെ ടീം രൂപീകരിച്ചാണ് നടപടികൾ മുന്നോട്ടു പോകുന്നത്. കയ്യേറ്റത്തിനെതിരായി സന്ധിയില്ലാത്ത നടപടികളാവും സർക്കാർ സ്വീകരിക്കുക. ഏതുവരെ മുന്നോട്ടു പോകാനാകുമോ അത്രയും മുന്നോട്ടു പോകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ റിമോട്ട് RSSന്റെ കൈകളിലെത്തിക്കാനാണ് UGCയിൽ ഭേദഗതി വരുത്തുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. പാലക്കാട്ട് AKPCTA സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MA ബേബി. മാറുന്ന സംവിധാനങ്ങൾ തിരിച്ചറിഞ്ഞ് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം അനിവാര്യമാണെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. വരേണ്യവൽക്കരണവും വർഗീയവൽക്കരണവുമാണ് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്. ലോകം ശാസ്ത്രത്തിന് പിന്നാലെയാണെങ്കിൽ ഇന്ത്യ വിശ്വാസങ്ങൾക്ക് പിറകിലാണ്. പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെ ലക്ഷ്യം വയ്ക്കുന്നത് മതസ്പർദ്ധയും വർഗീയതയുമാണ്. നാളെ നമ്മുടെ നാടിന് എന്തു വേണമെന്ന തിരിച്ചറിവിലാകണം വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടതെന്നും MA ബേബി പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കന്മാർ
പ്രതിപക്ഷ നേതൃത്വം ഇടപെട്ട് ആ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ കൈവശമുള്ള അന്വേഷണ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് ഇത് കണ്ടുപിടിച്ചു വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും പോലീസിനെയും എതിരുള്ള ഞങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ കൈവശമുള്ള പോലീസല്ലേ ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന മട്ടിലാണ്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. നാം കേന്ദ്രീകരിക്കേണ്ടത് എന്നെയും നിങ്ങളെയും അസ്വസ്ഥതപ്പെടുത്തേണ്ട കേരളത്തിന്റെ പ്രത്യക്ഷത്തിനപ്പുറമുള്ള നമ്മുടെ സമൂഹത്തിലെ ചതിക്കുഴികളാണ്. AKPCTA സംസ്ഥാന പ്രസിഡന്റ് N. നിശാന്ത് അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു മുഖ്യാതിഥിയായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്, ഡോക്ടർ രേണുക, MA രഞ്ജിത് കുമാർ, TKM ഷാഫി, ഡോക്ടർ സുഷമ രാജ്, വിനോദ് നീക്കാമ്പുറത്ത്, ഡോക്ടർ ഹരികുമാർ തമ്പി, സുനിൽ P. നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കളമശ്ശേരി പോളിടെക്നിക് ലഹരി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും SFIക്കുമെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. SFI പിരിച്ചുവിടണമെന്നും 9 വർഷം കേരളം ഭരിച്ചിട്ടും ലഹരിയുടെ വേരറുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാകുന്നതിന്റെ പ്രധാന ഉത്തരവാദി SFI ആണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. SFI പിരിച്ചുവിടണം. SFIക്ക് മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രിക്ക് മയക്കുമരുന്നിനെതിരെ ഒന്നും ചെയ്യാനായില്ല. SFI എന്ന സംഘടന നടത്തുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ തടയാൻ CPM തയ്യാറാകുന്നില്ലെന്നും യഥാർത്ഥന്റെ കൊലപാതകവും കോട്ടയം റാഗിങ്ങും നടത്തിയത് SFI ആണെന്നും ചെന്നിത്തല ആരോപിച്ചു. ലക്കും ലഗാനുമില്ലാതെ വിദ്യാർത്ഥി സംഘടന മയക്കുമരുന്ന് മാഫിയയായി പ്രവർത്തിക്കുകയാണ്. രാഷ്ട്രീയ പിന്തുണയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. അതാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ 2 കിലോ കഞ്ചാവ് ആരുടെ കയ്യിൽ നിന്നാ പിടിച്ചതെന്ന്. അപ്പോൾ നേരെ ആരോപണം ഇങ്ങോട്ട് ഉന്നയിക്കുകയാണ്. ഞാൻ ഈ സൂചിപ്പിച്ച ഏതെങ്കിലും റാഗിംഗ് കേസിലെ കേസുകാരുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് അവരെ പിരിച്ചുവിടും. ഇതിനകത്തിൽ നിന്ന് ഞങ്ങൾ അന്ന് സംഘടനയെ പുറത്താക്കും. ഇത്രയും സിദ്ധാർത്ഥന്റെ കൊലപാതകം നടത്തിയ ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ? കോട്ടയം ഗവൺമെന്റ് കോളേജിൽ നടത്തിയ റാഗിങ്ങിൽപ്പെട്ടവരെ പുറത്താക്കിയോ? കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന റാഗിങ് നടത്തിയവരെ പുറത്താക്കിയോ? ഇതെല്ലാം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ്. അവരെ എല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്നത്. CM തന്നെയാണിത്. ഇത് ആരാണ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ. ഇത് കേരളത്തിൽ വ്യാപകമായി പൊളിറ്റിക്കൽ പേട്രണേജ് ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇത് രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നത് കൊണ്ടാണ് ഇന്ന് ഈ മാഫിയ കേരളത്തിൽ തഴച്ചു വളരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KM അച്യുതൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി. അടുത്ത 6 മാസത്തേക്കാണ് ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയാകാനുള്ള നിയോഗം. മലപ്പുറം മുതൂർ സ്വദേശിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2025 ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായാണ് മലപ്പുറം മുതൂർ കൗറബമാറത്ത് മനയിൽ KM അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തത്. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ നറുക്കെടുപ്പിലാണ് KM അച്യുതൻ നമ്പൂതിരിക്ക് ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയാകാനുള്ള നിയോഗം ലഭിച്ചത്. ഉച്ചപൂജ നിർവഹിച്ച മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് വെള്ളിക്കുടത്തിൽ നിന്ന് നറുക്കെടുത്തത്. മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട് കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ച 51 പേരിൽ 44 പേർ ഹാജരായി. ഇവരിൽ നിന്ന് യോഗ്യരായ 38 പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച ശേഷമാണ് നറുക്കിട്ടത്. തെരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തി ക്ഷേത്രത്തിലെ ഭജനത്തിന് ശേഷം മാർച്ച് 31 അടയാള ചിഹ്നമായ താക്കോൽ കൂട്ടം ഏറ്റുവാങ്ങി പുറപ്പെടാശാന്തിയായി ചുമതലയേൽക്കും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, മാധ്യമപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചിറ്റൂർ മേഖലയിലെ തെങ്ങിൻതോപ്പ് തുള്ളിനന പദ്ധതി പരാജയവും അഴിമതിയുമാണെന്ന കോൺഗ്രസ് ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ജനതാദൾ S സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുരുകദാസ്. കനാൽ വെള്ളം ഉപയോഗിക്കാതെ മഴവെള്ളവും ഭൂഗർഭ ജലവും ഉപയോഗിച്ച് കൃഷി ചെയ്യണമെന്നാവശ്യപ്പെട്ടവരാണ് നൂതന സംവിധാനമായ തുള്ളിനന പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പദ്ധതി സംബന്ധിച്ച് ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും മുരുകദാസ് പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
കുറഞ്ഞ വെള്ളം കൊണ്ട് കൂടുതൽ പ്രദേശത്തെ ജലസേചനത്തിലൂടെ തന്നെ വളപ്രയോഗവും മരുന്ന് പ്രയോഗവും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃത്യ അളവിൽ ജലസേചനം തുടങ്ങിയ പ്രത്യേകതകളോടെയാണ് ചിറ്റൂർ മേഖലയിലെ 5 ഇടങ്ങളിൽ തുള്ളിനന പദ്ധതി നടപ്പാക്കിയതെന്ന് അഡ്വക്കേറ്റ് മുരുകദാസ് ചൂണ്ടിക്കാട്ടി. വ്യക്തിഗതമായി നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന സാമ്പത്തികത്തിൽ നിന്ന് കുറഞ്ഞ തുകയ്ക്കാണ് പദ്ധതി നടപ്പാക്കിയത്. കർഷക കൂട്ടായ്മയിൽ തീർത്തും സുതാര്യമായാണ് പദ്ധതി. നടപ്പിലാകാത്ത പദ്ധതിയുടെ പണം എഴുതി വാങ്ങിയവരാണ് പദ്ധതിക്കെതിരെ രംഗത്ത് വരുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി നടത്തുന്ന രാഷ്ട്രീയ നീക്കം പൊതുജനം തിരിച്ചറിയണമെന്നും മുരുകദാസ് ആവശ്യപ്പെട്ടു. 16 മുതൽ 21 എങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ 2021 എടുത്തു. 16 ശേഷം തന്നെ RB കനാലിലേക്ക് വെള്ളം തിരിക്കുന്നതുമായി ഉത്തരവ് 18 ഷൂട്ടേട്ടൻ MLA അനുസരിച്ച് 18-19 ഉത്തരവിറക്കി. ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ DCC വൈസ് പ്രസിഡന്റ് നടത്തിയ സമരത്തിന്റെ ഭാഗമായി ആ സമരത്തിന്റെ വേദിയിൽ പങ്കെടുത്ത പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ശിവശങ്കരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിലുള്ള ടീം 3 കേസ് ഹൈക്കോടതിയിൽ RBCയിലേക്ക് വെള്ളം കൊടുക്കരുത് എന്നാവശ്യപ്പെട്ട് ഓരോ ഉത്തരവിറക്കുമ്പോഴും അതിനെതിരെ കേസിന് പോയി. അങ്ങനെ കേസ് കൊടുത്ത് ആ കേസിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് LBCയിലെയും RBCയിലെയും കർഷകരും ജനപ്രതിനിധികളും LBCയിലെ തദ്ദേശ സ്ഥാപനത്തിലെ അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വെള്ളം ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കോ ഒരു വ്യക്തിക്കോ മാത്രം അവകാശപ്പെട്ടതല്ല. പദ്ധതി പ്രസിഡന്റുമാരായ C. രാജഗോപാൽ, P. രഘുനാഥ്, M. വെള്ളിയങ്കരി, K. അയ്യാസ്വാമി, A. ശാന്തമണി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കല്ലേക്കാട് മമ്പ്ര കരിങ്കൽ ക്വാറിയിൽ വൈബ്രേഷൻ ടെസ്റ്റിനെ തുടർന്ന് സമീപത്തെ വീടിന് വിള്ളൽ ഏറ്റ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പിരായിരി പഞ്ചായത്ത് ഭരണസമിതി. കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തത്. കരിങ്കൽ ക്വാറി വൈബ്രേഷൻ ടെസ്റ്റ് നടത്തിയത് പരിസരത്തെ അബ്ദുൽ ഹക്കീമിന്റെ വീടിന്റെ ചുമർ വിണ്ടുകീറുകയും അടുക്കള ഉപകരണങ്ങൾ നിലത്ത് വീണ് പൊട്ടുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് അധികൃതർ എത്തി വീട് പരിശോധിച്ച ശേഷം നഷ്ടം കണക്കാക്കിയിരുന്നു. നാശനഷ്ടമുണ്ടായ വീടിന് നഷ്ടപരിഹാരം ക്വാറി നടത്തിപ്പുകാർ നൽകുക, ജില്ലാ കളക്ടർ ചെയർമാനായ ദുരന്ത നിവാരണ കമ്മിറ്റി പഠനം നടത്തി റിപ്പോർട്ട് പുറത്തിറക്കുക, ക്വാറിയുടെ പരിസരത്തുള്ള ജൽജീവൻ മിഷന്റെ ശുദ്ധജല സംഭരണിയെപ്പറ്റി എഞ്ചിനീയറിംഗ് വിഭാഗം പഠിച്ച് റിപ്പോർട്ട് നൽകുക, ക്വാറിക്ക് മുകളിൽ കൂടി പോകുന്ന 110 kV വൈദ്യുത ലൈനിന്റെ സ്ഥിതി സംബന്ധിച്ച് KSEB റിപ്പോർട്ട് നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഉന്നയിച്ചു. ഇത്തരം റിപ്പോർട്ടുകൾ ലഭിച്ചാലേ ക്വാറി പ്രവർത്തനം സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകൂ. അതുവരേക്കും പ്രവർത്തനം നിർത്തിവെക്കാനുള്ള കോടതി ഉത്തരവ് നിലനിൽക്കുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാദിഖ് ബാഷ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായി കെട്ടിയ ബഹുനില പന്തൽ അഴിക്കുന്നതിനിടെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് തെറിച്ചു വീണ തൊഴിലാളി മരിച്ചു. മലപ്പുറം എടപ്പാൾ കോലളമ്പ് വൈദ്യർമൂല അരിയാടത്ത് 38 വയസ്സുള്ള സുമേഷാണ് മരിച്ചത്. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായി പല്ലാർമംഗലം ദേശം നിർമ്മിച്ച പന്തൽ അഴിക്കുന്നതിനിടെ വെള്ളിയാഴ്ച വൈകിട്ട് 5:15 അപകടമുണ്ടായത്. പാലക്കാട് കുളപ്പുള്ളി പാതയോരത്ത് NSS കോളേജ് ബസ് സ്റ്റോപ്പിന് സമീപം ഒരുക്കിയ പന്തൽ അഴിക്കുന്നതിനിടെയായിരുന്നു അപകടം. 20 മീറ്ററോളം ഉയരത്തിൽ കവുങ്ങിൻകാൽ അഴിച്ചുമാറ്റുന്നതിനിടെ സമീപത്തുണ്ടായിരുന്ന വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എടപ്പാൾ നാദം പന്തൽ വർക്സിലെ തൊഴിലാളിയാണ് സുമേഷ്. മൃതദേഹം കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അസ്വാഭാവിക മരണത്തിന് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളത്തിൽ ലഹരി വ്യാപനം തടയുന്നതിൽ സർക്കാർ തികഞ്ഞ പരാജയമെന്ന് തൃണമൂൽ കോൺഗ്രസ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിക്കടത്തിന്റെ ഹബ്ബായി പാലക്കാട് മാറിയെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ജിഷാർ പറമ്പിൽ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയുന്നതിൽ സർക്കാർ സംവിധാനങ്ങളായ പോലീസും എക്സൈസും തികഞ്ഞ പരാജയമാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 1 വർഷത്തിനിടെ ലഹരി വ്യാപനം 400% വർദ്ധിച്ചത്. ബോധവൽക്കരണം കൊണ്ട് മാത്രം ലഹരി വ്യാപനത്തെയോ ഉപയോഗത്തെയോ ഇല്ലാതാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. പോലീസും എക്സൈസും പരാജയപ്പെട്ടതാണ് ലഹരിയുടെ ഒഴുക്കിന് കാരണമായത്. ലഹരി വ്യാപനം തടയാനും ഉറവിടം കണ്ടെത്താനുമായി തൃണമൂൽ കോൺഗ്രസ് പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ജിഷാർ പറമ്പിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ ലഹരി മാഫിയകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധത്താണ്. നമുക്കറിയാം, മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ ഭീകരമാം വിധം കേരളത്തിൽ ഈ ലഹരി മാഫിയ കേരളത്തെ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ
ചില ക്യാമ്പയിനുകളുമായിട്ട് വരുന്ന ആളുകളിൽ തൃണമൂൽ കോൺഗ്രസ് രംഗത്തിറങ്ങുക. കുട്ടികളിൽ, യുവാക്കളിൽ, അതേപോലെ തന്നെ വീട്ടമ്മമാരെ ഉപയോഗിച്ച് വരെ ഇതിന്റെ കച്ചവടം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ അനാസ്ഥയാണ് ഇത്തരമൊരു പ്രവർത്തനങ്ങൾക്ക്, ഈ ലഹരി മാഫിയക്ക് കേരളത്തിൽ അഴിഞ്ഞാടാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് മഹിളാ ചീഫ് കോർഡിനേറ്റർ ഷൈബ മുരളീദാസ്, PH അൻവർ, ബാപ്പുട്ടി മണ്ണാർക്കാട്, സാഫ് മുഹമ്മദ്, സാബിറ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞാക്കാത്ത മക്കളുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് വാങ്ങി കഴിച്ചാലും ആ പ്ലാസ്റ്റിക് അവരവരുടെ ബാഗിൽ തന്നെ ഇട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടികളെ. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ തലമുറയിലുള്ള മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിലും നമ്മൾ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P രമണി, പഞ്ചായത്ത് അംഗങ്ങളായ MK കമലം, പ്രദോഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ്, കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർമാർ, വെറ്ററിനറി ഡോക്ടർ, ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ, കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ, വിവിധ ബാങ്ക് പ്രതിനിധികൾ, വിവിധ സ്കൂൾ പ്രതിനിധികൾ, ഹരിതകർമ്മ സേനാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി ഹരിമോഹൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ഹരിത കോർഡിനേറ്റർ ആതിര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒരു പതിറ്റാണ്ടിലേറെ കാലമായി നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ ദുരിതം സർക്കാർ കാണുന്നില്ലെന്ന് പരാതി. ഇക്കണോമി വിദ്യാലയങ്ങളിലെ അധ്യാപകരാണ് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ദിവസവേതനക്കാരായി തുടരുന്നത്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയ രീതിയിൽ പാക്കേജ് നടപ്പിലാക്കണമെന്ന് അധ്യാപക പ്രതിനിധികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കുട്ടികളുടെ കുറവ് മൂലം എക്കണോമിക്കായ വിദ്യാലയങ്ങളിലെ അധ്യാപകരാണ് ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ദിവസവേതനക്കാരായി ജോലി ചെയ്യുന്നത്. പൊതുവിദ്യാഭ്യാസ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാർ ദിവസവേതനക്കാരായ അധ്യാപകരെ സംരക്ഷിക്കേണ്ടതാണ്. വിദ്യാലയത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ദിവസവേതനക്കാർക്കും വലിയ തോതിൽ തുക ചെലവഴിക്കേണ്ടി വരുന്നത് കുടുംബച്ചെലവിനും തികയാത്ത അവസ്ഥയുണ്ട്. പാക്കേജ് നടപ്പാക്കാൻ വൈകുന്തോറും റിട്ടയർമെന്റ് അടുക്കുന്നവർക്ക് മറ്റധ്യാപകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലമുണ്ടാകുന്നില്ലെന്ന് അധ്യാപകർ പറഞ്ഞു. സ്കൂളുകളായതുകൊണ്ട് കുട്ടികളുടെ എണ്ണം 60ലേക്ക് എത്തിക്കിട്ടിയാലേ അപ്രൂവ് ആകൂ എന്നുള്ളൊരു നിബന്ധന നിലവിലുള്ളതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളുകൾ പോലെ എക്കണോമിക് ഡിവൈഡ് ചെയ്തതുകൊണ്ട് മാത്രം ഡെയിലി വേജ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന അധ്യാപകരാണ് ഞങ്ങൾ. സർക്കാർ നിഷ്കർഷിക്കുന്ന എല്ലാ വിധത്തിലുള്ള അധ്യാപക യോഗ്യതകളും കേട്ടറ്റ് ആണെങ്കിലും DLED ആണെങ്കിലും വാട്ടവർ അതെല്ലാം നമുക്ക് ഉണ്ടായിട്ട് പോലും നമ്മളിപ്പോഴും ഡെയിലി വേജ് അധ്യാപകരായിട്ട് നിലനിന്നു പോവുകയാണ്. പല അധ്യാപകരും ഡെയിലി വേജ് വാങ്ങിക്കൊണ്ട് HMന്റെ ജോലി അടക്കം ചെയ്യേണ്ടി വരുന്നുണ്ട്. കുട്ടികളുടെ എണ്ണം കുറവാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രം ദിവസവേതനക്കാരായി മാറേണ്ടി വന്നിട്ടുള്ള ഞങ്ങൾ അധ്യാപകരുടെ ഒരു അവസ്ഥ. ഞങ്ങൾക്ക് ഇത് 2011 ഒരു പാക്കേജ് വന്നിരുന്നു, ഡെയിലി വേജ് അധ്യാപകരെല്ലാം അപ്രൂവ് ആക്കി കൊടുക്കുന്ന രീതിയിൽ, അത് എക്കണോമിക്കിലെ ഡെയിലി വേജ് അധ്യാപകരെ. അപ്പൊ അത്തരത്തിലൊരു ആവശ്യമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ദിവസവേതനക്കാരായ അധ്യാപകരുടെ ദുരിതം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി പാക്കേജ് നടപ്പിലാക്കണമെന്നും അധ്യാപകരായ KU വിനുപ്രിയ, T മീനാക്ഷിക്കുട്ടി, P രജിത, V പ്രഭ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലഹരിവിരുദ്ധ ബോധവൽക്കരണവുമായി KSTA. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ KSTA സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സന്ദേശ പരിപാടി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം M ബിന്ദു ഉദ്ഘാടനം ചെയ്തു. KSTA അധ്യാപക ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് ഒറ്റപ്പാലം സ്റ്റാൻഡിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം M ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും സമൂഹത്തിലേക്കും ഈ സന്ദേശം പകർന്നുകൊണ്ട് ഈ ലഹരി എന്ന ഈ ആപത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കുന്നതിനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒറ്റപ്പാലം സബ് ജില്ല ഈ തരത്തിൽ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നടത്തുന്നത്. ഈ പ്രവർത്തനം സന്നിഹിതരായിട്ടുള്ള എല്ലാ ബ്രിഗേഡ് അംഗങ്ങളെയും KSTA അംഗങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഉദ്യമം ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉപജില്ലാ പ്രസിഡന്റ് സുജീഷ്, സെക്രട്ടറി EP ഗിരീഷ്, ജില്ലാ കമ്മിറ്റി അംഗം
ബി ധരേഷ്, ഉപജില്ലാ വൈസ് പ്രസിഡന്റ് EN അനുജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പത്രിപ്പാല GVHSൽ UP വിഭാഗത്തിനായി നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. സർക്കാരിന്റെ 1 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. കെട്ടിടങ്ങൾ ആവശ്യമാണ്. നിരവധി ക്ലാസ് മുറികളുടെ അഭാവം ഇവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി അവിടെയും ശ്രമം നടക്കുകയാണ്. ഈ മാസം കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ സമയമായിരിക്കാം. എങ്കിലും നമ്മൾ കോളേജിൻ്റെ കൂടി തറക്കല്ലിടും. ആ പ്രവർത്തനവും ത്വരിതഗതിയിൽ നമുക്ക് നടത്താനാവും. അങ്ങനെ സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യങ്ങളുടെ കുറവുകൾ നികത്താൻ വേണ്ടി നമ്മുടെ സർക്കാർ എല്ലാ പരിശ്രമങ്ങളും നടത്തി വരികയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം A പ്രശാന്ത്, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അബ്ദുൽ മുത്തലി, മണ്ണൂർ പഞ്ചായത്ത് അംഗം AA ശിഹാബ്, PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ, MPTA പ്രസിഡന്റ് സീനത്ത്, K അനിൽ, പ്രിൻസിപ്പൽ CV പ്രസീത എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ KR കർപ്പകം സ്വാഗതവും പ്രധാനാധ്യാപിക T അനിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി പൊതുവിതരണ വകുപ്പ് അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. പാലക്കാട് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് വിനയ് V മേനോൻ ഉദ്ഘാടനം ചെയ്തു. മായം കലരാത്തതും ശുദ്ധവുമായ ഭക്ഷണം, വായു, വെള്ളം എല്ലാം ഓരോ പൗരന്റെയും അവകാശമാണ്. അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ഓരോരുത്തർക്കും ബോധ്യമുണ്ടാകണം. സുസ്ഥിര ജീവിതശൈലിയിലേക്കുള്ള ശരിയായ മാറ്റമെന്ന ആശയത്തിലാണ് ഉപഭോക്തൃ ദിനാചരണം സംഘടിപ്പിച്ചത്. ദിനാചരണം ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ പ്രസിഡന്റ് വിനയ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സപ്ലൈ ഓഫീസർ AS ബീന അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സപ്ലൈ ഓഫീസർ P അംബിക, OSK ഡയറക്ടർ ഡോക്ടർ ശുദ്ധോധനൻ, തർക്കപരിഹാര കമ്മീഷൻ മെമ്പർമാരായ A വിദ്യ, KL കൃഷ്ണൻകുട്ടി, P സേവിയർ, ഇഗ്നേഷ്യസ്, ശൈലജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU പഞ്ചായത്ത് സമ്മേളനം മണ്ണൂരിൽ സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം KR ഗിരിജ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മൾ നമ്മുടേതായ ഉപയോഗിക്കുന്ന മൊബൈലിലൂടെയാണ് നമ്മൾ നമ്മുടെ പ്രവർത്തന മികവ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെതിരെ ശക്തമായി പോരാടാൻ അതിൻ്റെതായ കോടതികൾ നമ്മൾക്കെടുത്ത എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ കോടതി ഉത്തരവ് വന്ന അനുസരണത്തിൽ നമ്മൾക്ക് യാതൊരു തരത്തിലേക്കും നമ്മൾ അടുപ്പിക്കാത്ത തരത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളറിയാൻ ഞങ്ങൾ പോയ സമരത്തിൽ നമ്മൾ അന്നത്തെ മന്ത്രി നമ്മളോട് പറഞ്ഞത് നമ്മളിങ്ങനൊരു വകുപ്പ് ഉണ്ടോ എന്ന രീതിയിലേക്ക് പരിഹാസമായ രീതിയിലായിരുന്നു നമ്മളോട് പെരുമാറിയത്. നമുക്കറിയാം, നമ്മളെ തല്ലാനും ചതയ്ക്കാനുമുള്ള ആളുകളിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തിയ 3 ദിവസത്തെ സമരത്തിൽ പ്രസിഡന്റ് സൗദ മിനി KV അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ശ്രീദേവി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ശൈലജ ദേവി, ധനലക്ഷ്മി, CITU മണ്ണൂർ പഞ്ചായത്ത് കോർഡിനേഷൻ കൺവീനർ ജോൺസൺ ജേക്കബ് എന്നിവർ സംസാരിച്ചു. പുഷ്പമണി നന്ദി പറഞ്ഞു. 2023-24 വർഷത്തെ മികച്ച സേവനത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ പറയങ്കാട് അംഗനവാടി വർക്കർ ധനലക്ഷ്മിയെ സമ്മേളനം ആദരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് സൗദാമിനി KV, വൈസ് പ്രസിഡന്റുമാരായി കൃഷ്ണകുമാരി, ബേബി, സെക്രട്ടറി പുഷ്പമണി R, ജോയിന്റ് സെക്രട്ടറിമാരായി സുമാദേവി, ജയന്തി, ട്രഷററായി വിമലയെയും കമ്മിറ്റി അംഗങ്ങളായി ലത വിജയകുമാരി, പ്രീത, ലക്ഷ്മിക്കുട്ടി എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. 96 ദേശങ്ങൾക്ക് ഇനി പൂരക്കാലം. ചരിത്രപ്രസിദ്ധമായ കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഏപ്രിൽ 4 കൊണ്ടാടുന്ന പൂരാഘോഷത്തിന് തുടക്കമായി. ഉച്ചയ്ക്ക് 12:30 ആചാരപ്രകാരം പറവേലയെത്തി. കണ്ണിയമ്പുറം തോട് മുതൽ ഓങ്ങല്ലൂർ മേട് വരെ നീളുന്ന 96 ദേശങ്ങൾ മറ്റൊരു പൂരക്കാലത്തിന്റെ പകിട്ടണിയുകയാണ്. ചരിത്രപ്രസിദ്ധമായ കവളപ്പാറ ആര്യങ്കാവ് പൂരത്തിന് ശനിയാഴ്ച ആചാരപ്രകാരമുള്ള പറവേല വരവോടെ തുടക്കം കുറിച്ചു. കാവുമതിലിന് പുറത്ത് പറയൻ കോമരമെത്തി വേലയ്ക്ക് കൽപ്പന നൽകുന്ന ചടങ്ങാണിത്. നാടുവാഴിത്ത കാലം മുതൽ അനുവർത്തിച്ചു വരുന്ന ഈ ചടങ്ങോടെയാണ് ഏപ്രിൽ 4 വരെ നീളുന്ന മഹാപൂരത്തിന് നാന്ദി കുറിക്കുന്നത്. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷ പൂജകളും പൊങ്കാല സമർപ്പണവും നടന്നു. നിരവധി സ്ത്രീഭക്തർ ആര്യങ്കാവിലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചു.
തന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. പൂരം വരെ ഇനി ആര്യങ്കാവിൽ നിറമാലയിട്ട സായാഹ്നങ്ങളാണ്. വള്ളുവനാട്ടിലെ ഏറ്റവും ശാന്തവും സുന്ദരവുമായ പൂരമഹോത്സവങ്ങളിൽ ഒന്നാണ് കവളപ്പാറ ആര്യങ്കാവ് പൂരം. 29-ന് പൂരം കൊടിയേറും. മാർച്ച് 31-ന് 5-ാം വേലയും ഏപ്രിൽ 3-ന് കുതിരകളിയും നടക്കും. ഏപ്രിൽ 4-നാണ് പൂരം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര കല്ലൂർ കല്ലമ്പാക്ക ഭഗവതി ക്ഷേത്രത്തിലെ ദേശവേല വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആയിരങ്ങൾ പങ്കെടുത്ത ദേശോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ നടന്ന പഞ്ചാരിമേളം ശ്രദ്ധേയമായി. ഉച്ചയ്ക്ക് ഉച്ചപൂജ, ശീവേലി, വൈകിട്ട് കല്ലൂർ കുട്ടിങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പഞ്ചവാദ്യം, വൈകിട്ട് 6-ന് വേല തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. ആന, പഞ്ചവാദ്യം, തിറ, പൂതൻ, ശങ്കരനായടി എന്നിവയുടെ അകമ്പടിയോടെ വേല കല്ലൂർ കല്ലമ്പക്ക ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. തുടർന്ന് കിഴക്കുമുറി, വടക്കുമുറി, തെക്കുമുറി, അമ്പലപ്പടി, കരടിമല, കൊയിലത്തുംപടി എന്നിവിടങ്ങളിൽ നിന്നുള്ള വേലകൾ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് 9:30-ന് പകൽവേല സമാപിച്ചു. രാത്രി 10:30-ന് ഡബിൾ തായമ്പകയും ശനിയാഴ്ച പുലർച്ചെ നടന്ന പാണ്ടിമേളത്തോടെ സമാപനവുമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SC വിഭാഗത്തിൽപ്പെട്ട 62 കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനമൊട്ടുക്ക് ഒരു വരൾച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ സമയം. നമുക്കറിയാം, കഴിഞ്ഞ 3-4 വർഷമായി ഈ വേനൽക്കാലത്ത് ടാങ്കർ ലോറിയിൽ വരെ വെള്ളമടിക്കേണ്ട ഒരു സാഹചര്യം മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വർഷം അതിരൂക്ഷമായ വേനലുണ്ടെങ്കിലും പരമാവധി വീടുകളിൽ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കണക്ഷൻ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കണക്ഷനുകളൊക്കെ തന്നെ അതിഭീമമായ ചാർജ് ഈടാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമെന്ന് ജനങ്ങളിൽ നിന്ന് വ്യാപകമായ പരാതിയും ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതെന്തൊക്കെ തന്നെ ആയാലും വീടുകളിൽ വെള്ളം എത്തിക്കുന്ന ഒരു സംവിധാനം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി വേനൽ കടുക്കുന്നതോടുകൂടി സ്ഥിരമായി എല്ലാ ദിവസവും വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം വരുന്ന ദിവസങ്ങളിൽ അത് ശേഖരിച്ച് വെക്കാൻ ആവശ്യമായ പാത്രം നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതുകൂടി വിതരണം ചെയ്യണം എന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയും അടുക്കുന്നതോടുകൂടി 2-3 ദിവസം ഇടവിട്ടിട്ടാണ് വെള്ളം വരാൻ ഉള്ള സാഹചര്യമുള്ളൂ എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ അത് ശേഖരിച്ച് വെക്കുന്നതിനുള്ള ഒരു ടാങ്ക് വിതരണം ചെയ്യണം എന്ന് ഭരണസമിതി കഴിഞ്ഞ 2-3 വർഷമായി തീരുമാനിക്കുകയും അപ്പോൾ ഈ വർഷവും ആ പ്രോജക്റ്റ് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ടാങ്കുകൾ ഇന്ന് ഇറക്കിയിരിക്കുന്നത്. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി AUP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക മികവുകളുടെ അവതരണത്തിനായി റെയിൻബോ എന്ന പേരിലാണ് അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി AUP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിച്ച PTA-ക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കാം. റെയിൻബോ എന്നാണ് ഇതിന് പേര്. എന്താ റെയിൻബോ? മഴവില്ല്. എത്ര സുന്ദരമായ പേരല്ലേ ആ റെയിൻബോ. ഇപ്പോ ഇവിടെ കുഞ്ഞൊക്കെ പറഞ്ഞതുപോലെ പൊതുവിദ്യാഭ്യാസ മേഖല വലിയ മുന്നേറ്റം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അക്കാദമിക് നിലവാരത്തോടൊപ്പം കുട്ടികളുടെ കലാപരമായ കായികപരമായ കഴിവുകൾ കൂടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ റെയിൻബോ എന്ന പേരിലുള്ള ഒരു പഠനോത്സവം സംഘടിപ്പിക്കുക. PTA പ്രസിഡന്റ് സുജിത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക മഞ്ജു സ്വാഗതം പറഞ്ഞു. MPTA പ്രസിഡന്റ് രേഷ്മ, പ്രകാശൻ മാസ്റ്റർ, അധ്യാപിക പ്രീത എന്നിവർ സംസാരിച്ചു. വിവിധ അംഗൻവാടികളിലെ
കുരുന്നുകളുടെ കലാപരിപാടികളുണ്ടായി. സ്കൂൾ വിദ്യാർത്ഥികളുടെ മികവുകളുടെ അവതരണവും നടന്നു. കുട്ടികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ഇതോടൊപ്പം സ്കൂൾ തല മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. രക്ഷിതാക്കളും പൊതുജനങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ പരുത്തിപ്പുറ ഗവൺമെന്റ് യു പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഷൊർണൂർ BRCയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പഠനോത്സവം PTA പ്രസിഡന്റ് B. രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സീനിയർ അധ്യാപിക TB ചാന്ദിനി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഉഷ സ്വാഗതം പറഞ്ഞു. അധ്യാപകരായ ഗീത, ഷെറീഫ് എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ ലീഡർ ആദിദേവ് നന്ദി പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ പഠന മികവുകളുടെ അവതരണവുമുണ്ടായി. Good morning, one and all. We are the students from 7th standard presenting a simple debate. I am the moderator, Arjun, and these are the participators. Diya Fatim, Adidev, Arun, Sri Hari. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. നീളാതീരത്ത് സംഘടിപ്പിച്ച പഠനോത്സവം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നിൽക്കുന്ന സ്കൂളാണ് ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കുട്ടികളുടെ വിവിധ തരത്തിലുള്ള കഴിവുകളെ പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കുന്നതിനും അവരുടെ കഴിവുകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഇതുപോലുള്ള പഠനോത്സവങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. PTA പ്രസിഡന്റ് EK അലി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. നിർമ്മലാദേവി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ PA യൂസഫ്, അജിത് അരുവികുമാർ, പഴയന്നൂർ BBC പ്രമോദ്, അധ്യാപികയായ രജനി, വിജയരാജ്, KV വിജിത, വിഭിഷ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ നടന്ന പഠനോത്സവം ശ്രദ്ധേയമായി. സ്കൂൾ പ്രധാനാധ്യാപിക EC വിനീത ഉദ്ഘാടനം ചെയ്തു. പഠനോത്സവത്തിൽ കുട്ടികൾ ആർജിച്ചെടുത്ത അറിവുകളുടെ അവതരണമുണ്ടായി.
പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്കിറ്റ് രൂപത്തിലും നൃത്തരൂപത്തിലും പാവനാടകമായും അവതരിപ്പിച്ചു. ഗണേഷ് ഗിരി ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലാബ് എക്സിബിഷനും സംഘടിപ്പിച്ചു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പുറമെ രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാറ്റൊലി. ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഇപ്പോൾ പ്രധാന ചർച്ച IPL ആണ്. ഇത്തവണ നിങ്ങൾ ഏത് ടീമിനൊപ്പമാണ്? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ചെന്നൈ സൂപ്പർ കിങ്ങിനോടൊപ്പം. എന്താണ് അതിനൊപ്പം നിൽക്കുന്നത്? നല്ല കളിയാണ്. പിന്നെ പണ്ട് ധോണിയായിരുന്നു എൻ്റെ ക്യാപ്റ്റൻ. ഇപ്പോൾ ക്യാപ്റ്റൻ മാറി തോന്നുന്നത്. എന്നാലും സ്റ്റിൽ നന്നായി കളിക്കുന്ന കൂട്ടാണ് അത്. ചെന്നൈ ജയിക്കുന്ന എൻ്റെ തോന്നൽ. IPL-ന്റെ പുതിയ സീസൺ ആരംഭിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ IPL ചെന്നൈ സൂപ്പർ കിങ്സിനോടാണ് ആരാധന. ധോണി ക്യാപ്റ്റനായിരുന്ന സമയത്തും ചെന്നൈയുടെ മികച്ച പ്രകടനം വളരെയധികം ഇഷ്ടമായിരുന്നു. കുറെ വർഷത്തിന് ശേഷം വീണ്ടും ചെന്നൈ നല്ല ഫോമിലേക്ക് എത്തുമെന്നും ഈ വർഷം വീണ്ടും ചെന്നൈ വിജയ് കപ്പെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ചെന്നൈ സൂപ്പർ കിങ്സിനോടൊപ്പമാണ് ഇത്തവണ. പ്രധാന വാർത്തകൾ വീണ്ടും. കയ്യേറ്റങ്ങൾക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ചൊക്രമുടിയിലേതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വ്യാജപ്പട്ടയം നിർമ്മിച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കാൻ ദേവികുളം സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഏത് ഉന്നതനായാലും ഒരു കയ്യേറ്റക്കാരനെയും സംരക്ഷിക്കില്ലെന്നും മന്ത്രി. കളമശ്ശേരി പോളിടെക്നിക് ലഹരി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും SFIക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. SFI പിരിച്ചുവിടണം. 9 വർഷം കേരളം ഭരിച്ചിട്ടും ലഹരി മാഫിയയുടെ വേരറുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ലെന്നും രമേശ് ചെന്നിത്തല. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ റിമോട്ട് RSSന്റെ കൈകളിലെത്തിക്കാനാണ് UGCയിൽ ഭേദഗതി വരുത്തുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത് വരേണ്യവൽക്കരണവും വർഗീയവൽക്കരണവും. പാലക്കാട്ട് AKPCTA സംസ്ഥാന സമ്മേളനം. ചിറ്റൂർ തുള്ളിനന പദ്ധതിക്കെതിരായ കോൺഗ്രസ് ആരോപണങ്ങൾ തള്ളി ജനതാദൾ S. പദ്ധതി അഴിമതിരഹിതവും സുതാര്യവുമെന്ന് ജനതാദൾ S സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുരുകദാസ്. ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ്. പോലീസ് എക്സൈസ് സംവിധാനങ്ങൾ തികഞ്ഞ പരാജയമെന്ന് ആക്ഷേപം. കല്ലേക്കാട് മമ്പ്ര കരിങ്കൽ ക്വാറിയിലെ വൈബ്രേഷൻ ടെസ്റ്റിൽ സമീപത്തെ വീടുകൾക്ക് കേടുപാടുണ്ടായ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പിരായിരി പഞ്ചായത്ത് ഭരണസമിതി ബോർഡ് യോഗത്തിന്റെ തീരുമാനം ഐക്യകണ്ഠേന. പെരിങ്ങോട്ടുകുറിശി ഇനി ഹരിതം. ഗ്രാമത്തെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. 96 ദേശങ്ങൾക്ക് പെരുമയുടെ പൂരക്കാലം. കവളപ്പാറ ആര്യങ്കാവ് പൂരാഘോഷത്തിന് ആചാരത്തനിമയോടെ തുടക്കം. നൂറുകണക്കിന് സ്ത്രീഭക്തർ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു. ആചാര തികവോടെ പറവേല വരവ്. പൂരം ഏപ്രിൽ 4-ന്. KM അച്യുതൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി. അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയെ തെരഞ്ഞെടുത്തത് നറുക്കെടുപ്പിലൂടെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.